ദുർഘടം പിടിച്ച വഴിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ ഒലിച്ചുപോയി. ഇപ്പോൾ വെറും പാറക്കൂട്ടങ്ങൾ മാത്രമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. നദിയുടെ ഒരു ഭാഗത്തു കൂടി ഉള്ള ഒരു താൽക്കാലിക വഴിയിലൂടെ ദരാലിയിലെ ദുരന്തം നടന്ന മേഖലയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ റോഡ് മാർഗമുള്ള ഈ ദരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നത് ഇവിടുത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നതാണ്. ദരാലിയിലെ ദുരന്തഭൂമിയിലേക്ക് ദുർഘടം പിടിച്ച യാത്രയാണ്. ഞങ്ങൾ കുത്തനെയുള്ള മലയിറങ്ങി, നദി കടന്നു, അതുപോലെ തന്നെ മറ്റൊരു മല കയറി. ഇപ്പോൾ ഞങ്ങൾ ദരാലി മേഖലയിലേക്ക് നടക്കുകയാണ്. ഏതാണ്ട് 30 കിലോമീറ്റർ നടന്നു വേണം ഹർസിലെത്താൻ. ഹർസിലിനടുത്താണ് ഈ ദുരന്തം നടന്ന ദരാലി മേഖല. ഈ പോകുന്ന വഴിക്കൊക്കെ ഇതാണ് കാഴ്ച. ഇങ്ങനെ മലമുകളിൽ നിന്ന് ഈ കല്ലും പാറക്കല്ലുകളൊക്കെ ഇതുപോലെ ഇടിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ റോഡെല്ലാം ഇനി നന്നാക്കണം. ഇതിന്റെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടം കടന്ന് ഈ മേഖലയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. വളരെ ഹൈ റിസ്ക് ആയ ഒരു യാത്ര തന്നെയാണ്. നല്ല മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര വലിയ റിസ്ക് എടുത്താണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. आगे रास्ता पैदल जाने के लिए रास्ता है और उसके बाद गाड़ी वाड़ी नहीं जाएगी। रोड नहीं है। जल्दी निकालो बहुत डेंजरस है इधर. ഗഗ്നാനിയിലെ ആ പൂറ്റൻ മല, ആ മുകളിൽ നിന്ന് ഞങ്ങൾ ഊർന്നൂർന്ന് ഞങ്ങൾ ഈ കാട്ടിനകത്ത് കൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. ദരാലിയിലെ ദുരന്തഭൂമിയിലാണ് റിപ്പോർട്ടർ സംഘം നിൽക്കുന്നത്. ഇവിടെ ഇതാണ് കാഴ്ച. പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. NDRFും ആർമിയും ഒക്കെ തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ശരീരം പുറത്തെടുക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ലഫ്റ്റനന്റ് കേണൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ദരാലിയിലെ ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.